ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ നമ്മുടെ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ചെകുത്താൻ്റെ പ്രണയം കാത്തിരിക്കുന്നവർക്ക് അറിയാം, ഞാനത് എഴുതി തീർന്നില്ല. നാളത്തേന് തന്നെ സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഥയിലോട്ട് പോകാം. ഭാഗം 2 തുടരുന്നു. നാട്ടിലേക്കുള്ള യാത്രയിൽ ബസ്സിലിരുന്ന് ജനലിൽ കൂടെ വീഴുന്ന മഴത്തുള്ളികൾ കണ്ടു ചിരിക്കുകയാണ് നവമി. അപ്പോൾ മനസ്സിലുള്ള ആശങ്കകൾ എല്ലാം നിങ്ങളോടെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും അതിനൊന്നും അവൾ അപ്പോൾ സ്ഥാനം കൊടുത്തില്ല. പെയ്തൊഴിയുന്ന മഴ പോലെ ശാന്തമായിരുന്നു അപ്പോഴവളുടെ ഉള്ളിൽ. മഴയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുമ്പോൾ പല ഓർമ്മകൾ അവൾക്കുള്ളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായി അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു മന്ദഹാസം മുട്ടിട്ടിരുന്നു. പുഞ്ചിരിയോടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൾക്കുള്ളിൽ അവളുടെ എല്ലാമായ ഋഷി മാത്രമായിരുന്നു. ഇനി കുറച്ച് പാസ്റ്റാണ് കേട്ടോ. ദേവമഠം. അന്ന് എല്ലാവരും സന്തോഷത്തിൽ തന്നെയായിരുന്നു. പ്രൗഢിയുടെ എല്ലാ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആ തറവാടിന്റെ കാർന്നോർ സ്ഥാനം നേടിയ ദേവശ്രീ സന്തോഷത്തോടെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നു. എല്ലാ അവധിക്കാലവും ആഘോഷിക്കാൻ തന്റെ മക്കളും കൊച്ചുമക്കളുടെയും വരവിനെ നോക്കി ഇരിക്കുകയാണ് ആ വൃദ്ധ മനസ്സ്. ദേവമ്മ എന്ന മക്കൾ, ദേവൂട്ടി എന്ന് കൊച്ചുമക്കളും വിളിക്കും. ആ വിളിക്കായി കാത്തിരിക്കുകയാണ് അവർ. ദേവശ്രീക്കും രാജശേഖരനും 3 മക്കളാണ്. ദേവൻ, രാജീവ്, രേവതി. മൂത്ത മകനാണ് ദേവൻ, ഡോക്ടറാണ്. ഭാര്യ ദേവി. മക്കൾ ഋഷിദേവ്, ഋതുദേവ്. ഋഷി സിംഗറാണ്. സ്വന്തമായി ബാൻഡെല്ലാം ഉണ്ട്. മാത്രമല്ല ആളൊരു എഞ്ചിനീയർ കൂടെയാണ്. ഋതു അച്ഛന്റെ പാത പിന്തുടരുന്നു. കക്ഷി മാരീഡാണ്. അവള് കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ സേതുനാഥ്. ഒരു മകളുണ്ട്, കൃതി. രാജീവ് കക്ഷി വക്കീലാണ്. ഭാര്യ ശ്വേത. ഒരേ ഒരു മകൻ രാഘവ് രാജീവ്. ആള് അച്ഛന്റെ പാത തന്നെ തുടരുന്നു. ആളും വക്കീലാണ്. പിന്നെ ഉള്ളത് ഇളയ മകൾ രേവതി. അവർ ഡാൻസറാണ്. അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. ഇപ്പോൾ ഭർത്താവ് മാധവ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആകെയുള്ളത് ഒരു മകൾ നവമി. അവളാണ് നമ്മുടെ നായിക. ചെറുപ്രായത്തിലെ അച്ഛൻ നഷ്ടപ്പെടുന്നത് എല്ലാവരുടെയും തന്നെ കുഞ്ഞാണ്. ആരും അറിയാതെ പോലും വേദനിപ്പിക്കാറില്ല. ആള് ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചു. കൂടെ ഡാൻസിങ് പാഷനായി കൂടെ കൊണ്ടു നടക്കുന്നു. ദേവമ്മ എല്ലാവരെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. വണ്ടിയുടെ ഹോൺ കേട്ടതും അവർ സന്തോഷത്തോടെ എഴുന്നേറ്റു. 2 വണ്ടികളാണുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതാരാണ് എന്നൊക്കെ. മൂത്ത 2 മക്കളും ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാവരും തന്നെ സന്തോഷത്തോടെ മക്കളെ വരവേൽക്കുമ്പോഴും ആ വൃദ്ധ മനസ്സ് നവമിയെ കാണാനായി കൊതിക്കുകയായിരുന്നു. ഇപ്പോഴത്തെയും പോലെ ഋഷിയും രാഘവും ഒരു റൂമിൽ തന്നെ കൂടി. ഋതു നവമിക്ക് കൂടി വേണ്ടി എന്ന പോലെ അവരുടെ പഴയ റൂം തെരഞ്ഞെടുത്തു. ദേവനും രാജീവും അമ്മയുടെ മടിയിൽ കിടന്ന് സംസാരിക്കുമ്പോൾ ഇരുവരുടെയും ഭാര്യമാർ പുഞ്ചിരിയോടെ അത് കണ്ടുകൊണ്ട് അവിടെ തന്നെയുണ്ട്. രാജസേനന്റെ മരണശേഷം തിരിച്ചു വരാൻ നിന്ന മക്കളെ ഈ ഗ്രാമപ്രദേശത്ത് കെട്ടിയിടാൻ ദേവശ്രീക്ക് സമ്മതമായിരുന്നില്ല. ഇന്നയോ നാളെയോ എന്നിരിക്കുന്ന തനിക്ക് വേണ്ടി മക്കൾ അവരുടെ ഭാവി നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ള അവരുടെ വാശിയിൽ ആ മക്കൾ കീഴടങ്ങി. പക്ഷെ എല്ലാ ഹോളിഡേയ്സും അവർ തന്റെ അമ്മയുടെ കൂടെ തന്നെ കൂടി. അമ്മൂമ്മയുടെ മടിയിൽ കിടക്കുന്ന തങ്ങളുടെ അച്ഛന്മാരെ കണ്ടുകൊണ്ടാണ് ഋഷിയും രാഘവും ഋതുവും വരുന്നത്. ആ രംഗത്തെ മനോഹരമാക്കാൻ എന്നു വേണ്ടി തന്നെ ഋഷി തന്റെ കയ്യിലുള്ള ഗിറ്റാർ എടുത്തു വെച്ച് ചെറിയൊരു പാട്ട് മൂളാൻ തുടങ്ങി. പ്രകൃതിയുടെ സൗന്ദര്യം ഏറെ നിറഞ്ഞു നിന്ന ആ മനയ്ക്ക് ചുറ്റും അവന്റെ ശബ്ദം അലയടിച്ചു. ഈ പാട്ടിലെ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ, ആ പാട്ട്. അങ്ങനെ എല്ലാവരും അതിൽ ലയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കൊരു കാർ വരുന്നത്. അതിൽ വരുന്നത് ആരാണെന്ന് അറിഞ്ഞതിനാൽ തന്നെ പുഞ്ചിരിയോടെ എല്ലാവരും അവർ വരുന്നതിനായി കാത്തിരുന്നു. രേവതിയും നവമിയും അതിൽ നിന്ന് ഇറങ്ങി വന്നു. മുന്നിലായി വരുന്ന നവമിയെ എല്ലാവരും വാത്സല്യത്തോടെ നോക്കി. എന്നാൽ
അവളുടെ കണ്ണ് പാടിക്കൊണ്ടിരിക്കുന്ന ഋഷിയിലായിരുന്നു. പുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി. എന്നിട്ട് ദാമണിയുടെ അറ്റം ചുറ്റിക്കെട്ടി അവൻ പാടുന്നതിനൊപ്പം പതിയെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അത് ആസ്വദിച്ചതുപോലെ അവൻ ബാക്കി വരികൾ പാടാൻ തുടങ്ങി. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം. അങ്ങനെ ഋഷിയുടെ സംഗീതവും വാമിയുടെ നൃത്തവും കൂടിയായപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. കയ്യടികളോട് കൂടി എഴുന്നേറ്റ് എല്ലാവരും നവമിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ രേവതി തന്റെ ചേട്ടന്മാരുടെ കൈക്കുള്ളിൽ സുരക്ഷിതയായിരുന്നു. എല്ലാവരുടെയും സ്നേഹപ്രകടനങ്ങളും മറ്റും കഴിഞ്ഞ് കുട്ടികൾ മുകളിലത്തെ നിലയിൽ എപ്പോഴത്തെയും പോലെ കൂടി. അവിടേക്ക് ആർക്കും പ്രവേശനം അവർ നൽകാറില്ല. അവരുടേതായ ലോകത്താണിപ്പോൾ. ഋഷിയോട് ചേർന്ന് വാമിയുമുണ്ട്. അവർക്കരികിൽ തന്നെ രാഘവും ഋതുവും. അവരുടെ സംസാരവും ചിരിയും കൊണ്ട് ആ വീട് നിറഞ്ഞു. ഋഷിയേട്ടാ, ഇങ്ങനെ പോയാൽ മതിയോ? ഗീതു ചേച്ചിയുടെ കല്യാണമൊക്കെ നടത്തണ്ടേ? വാമയുടെ ചോദ്യത്തിൽ ഋഷി പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. കോളേജ് മുതലുള്ള പ്രണയമാണ്. ഇപ്പോഴും അവന്റെ ഡ്രീം സാധിക്കാൻ വേണ്ടി അവരിപ്പോഴും മാറി നിൽക്കുകയാണ്. ഏതാണ്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രണയം തുടങ്ങിയിട്ട്. ഗീതിക, കോളേജ് ബ്യൂട്ടി, ആർക്കും പിടികൊടുക്കാതെ നടന്നവൾ അവസാനം ഋഷിയുടെ പാട്ടിന് മുന്നിൽ മാത്രം മുട്ടുകുത്തി. എല്ലാവർക്കും തൻ്റെടിയായി മാത്രം അറിയുന്ന ഗീതു തനിക്ക് മുന്നിൽ ഒരു പാവം പൂച്ചക്കുട്ടിയായി മാറുന്നത് തനിക്ക് മാത്രമാണ് എന്ന് ചിരിയോടെ ഋഷി ഓർത്തുകൊണ്ട് നിന്നതും അവന്റെ ഫോണിലേക്ക് വന്ന കോൾ കണ്ട് ചിരിയോടെ അവൻ എഴുന്നേറ്റു. അപ്പോഴേക്ക് അവർ കണ്ടിരുന്നു അവന്റെ ഫോണിൽ തെളിഞ്ഞ ആ സുന്ദരിയുടെ മുഖം. എല്ലാവരെയും നോക്കി വളിച്ച ചിരിയുമായി പോകുന്ന ഋഷിയെ നോക്കി ആക്കി ചിരിക്കാനും അവർ മറന്നില്ല. രാഘവും വാമിയും ഋതുവും അവരുടേതായ ലോകത്തേക്ക് മടങ്ങി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പൊട്ടിച്ചിരികൾ പോലെ മഴ പെയ്തു തുടങ്ങിയത്. ആ പഴയ തറവാടിന്റെ അകത്തളങ്ങളിലേക്ക് ആ മഴത്തുള്ളികൾ പെയ്തിറങ്ങി. അത് കണ്ടതും വാമി ഓടി അവർക്കിടയിൽ നിന്നും. അത് പ്രതീക്ഷിച്ചിരുന്നതിനാൽ തന്നെ രാഘവും ഋതുവും ചിരിയോടെ നോക്കി നിന്നു. ഫോണിലെ സംസാരം കഴിഞ്ഞ് തിരിച്ചു വന്ന ഋഷി കാണുന്നത് എന്തോ നോക്കി നിൽക്കുന്ന ഋതുവിനെയും രാഘവനെയും കണ്ട് അവൻ ചോദിച്ചു, നിങ്ങളെന്താ നോക്കുന്നേ? എവിടെ കാന്താരി എവിടെ? ദാ നോക്ക്, വെള്ളം കണ്ട പിന്നെ പറയണ്ടല്ലോ. ചിരിയോടെ അവളെ കാണിക്കുന്ന രാഘവനെ ഒന്ന് നോക്കിയിട്ട് ഋഷി വേഗം വാമിയുടെ അടുത്തേക്ക് ചെന്നു. മഴയുടെ ഭംഗി ആസ്വദിച്ച് അതിനെ തന്നിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്ന വാമിക്ക് ഒരു പ്രത്യേകതരം സൗന്ദര്യമുണ്ടായിരുന്നു. ഋഷി ഒരു നിമിഷം അവളെ വാത്സല്യത്തോടെ നോക്കി. എന്നിട്ട് എപ്പോഴും ഉള്ളതുപോലെ മുഖത്ത് ഗൗരവം നിറച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു. മഴയിൽ കളിച്ചു നിന്ന വാമി ഇടയ്ക്ക് എന്തിലോ തട്ടി നിന്നതും തിരിയാതെ തന്നെ അവൾക്ക് മനസ്സിലായി അതാരാണെന്നും തനിക്ക് ഉറപ്പായിട്ടും വഴക്ക് കിട്ടുമെന്നും. ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കൊഞ്ചലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചു നിന്നു. അത് പ്രതീക്ഷിച്ചതിനാൽ തന്നെ അവന്റെ ചുണ്ടിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. ചിരിയോടെ അവളെ കോരിയെടുത്ത് വരാന്തയിലേക്ക് കയറിയിട്ട് കയ്യിലുള്ള തോർത്തും കൊണ്ട് അവളുടെ തല തോർത്തുമ്പോൾ അവനിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞിരുന്നു. വാമി ഇനി പ്രസന്റ് ആണ്. വാമി ഓർമ്മയിൽ നിന്നും പതിയെ പുറത്തേക്ക് വന്നു. ഓർമ്മകൾ മനസ്സിലേക്ക് കുത്തിക്കയറിയതും കണ്ണുകൾ അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. തനിക്ക് ചുറ്റുമുള്ള യാത്രക്കാരിൽ നിന്നും തന്റെ മുഖത്തെ മറയ്ക്കാനായി വിൻഡോയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചവൾ കിടന്നു. AC-യുടെ തണുപ്പിലെയും മനസ്സിന്റെ തളർച്ചയിലും വാമി അറിയാതെ കണ്ണുകൾ പതിയെ മയക്കത്തിലേക്ക് പാഞ്ഞു. ഇതേ സമയം ദേവമനയില് രേവതി എപ്പോഴത്തെയും പോലെ ഡാൻസ് ചെയ്യാനായി ഒരുക്കിയ മണ്ഡപത്തിൽ തന്റെ എല്ലാ വേദനകൾ മറക്കാൻ എന്ന പോലെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. മകളുടെ നൃത്തം എന്നും സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ദേവമ്മ ഇപ്പോൾ പുഞ്ചിരിയോടെ അല്ല നിൽക്കുന്നത്, നിറ കണ്ണുകളോടെ തന്നെയാണ്. പഴയ പ്രസന്നതയോ പ്രതാമോ ഒന്നും തന്നെ ഇപ്പോൾ ആ വൃദ്ധയിലില്ല. തന്റെ പാതയുടെ അരികിലേക്ക് വേഗം തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധുശ്രീ.
മനസ്സിന്റെ തളർച്ച കൊണ്ട് അവർക്കുള്ളതിന്റെ ഇരട്ടി പ്രായം പറയുന്നുണ്ട്. ദേവമ്മയുടെ വേദന കണ്ട് ഒന്നും ചെയ്യാൻ ആകാതെ നിസ്സഹായായി നിൽക്കാൻ മാത്രമേ ദേവനും രാജീവിനും കഴിഞ്ഞുള്ളൂ. എല്ലാവരും ഒരിക്കൽ കൂടി ആ തറവാട്ടിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ആ വൃദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുന്നതെങ്കിൽ ഇത്തവണ തകർന്നു പോയ തങ്ങളുടെ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഋഷിക്കും വാമിക്കും വേണ്ടി. തുടരുന്നു. നാളെ തന്നെ ചെകുത്താന്റെ പ്രണയം പോസ്റ്റ് ചെയ്തോളാം കേട്ടോ. അതിനു മുമ്പ് വിവാഹം എന്ന സ്റ്റോറിയെ പറ്റി ഒരു വാക്ക്. ഇത് ശരിക്കും നിങ്ങൾക്കിപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഋഷിയും വാമിയും തമ്മിലുള്ള ബന്ധം. ഒപ്പം ഋഷി സ്നേഹിക്കുന്ന പെൺകുട്ടിയും അവർ തമ്മിലുള്ള വർഷങ്ങൾ തമ്മിലുള്ള പ്രണയവും. എങ്ങനെ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു, എന്താണ് ഇവർക്കുള്ളിൽ സംഭവിച്ചത് അറിയണ്ടേ? നമുക്ക് നോക്കാം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.